നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. മാഞ്ഞുപോയ മണിമുഴക്കം. മരണത്തിൽ നിലച്ച മണികിലുക്കത്തിന് മലയാളത്തിന്റെ സ്നേഹാഞ്ജലി. ഇന്നലെ രാത്രി അന്തരിച്ച പ്രിയ നടൻ കലാഭവൻ മണിയുടെ വേർപാടിൽ വിതുമ്പി സിനിമാ ലോകം. നാടൻ പാട്ടിലൂടെ വെള്ളിത്തിരയിലെത്തി നടന വൈഭവത്തിന്റെ നവരസം പകർന്ന അതുല്യ നടന്റെ സംസ്കാരം വൈകിട്ട് 5-ന് ചാലക്കുടിയിലെ വീട്ടുവളപ്പിൽ. ഭൗതികദേഹം അല്പസമയത്തിനകം തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിന്. ബാല്യം നൽകിയ കണ്ണീരിൽ നിന്ന് ചിരിയുടെ രസതന്ത്രം മെനഞ്ഞെടുക്കുകയും കഥാപാത്രങ്ങൾക്ക് ജീവിതത്തിന്റെ കരുത്ത് സമ്മാനിക്കുകയും ചെയ്ത കറുത്തമുത്ത് ഇനിയില്ല. മണിയുടെ അപ്രതീക്ഷിത വിയോഗം ഇന്നലെ രാത്രി കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ. കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്ന കലാഭവൻ മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 2 ദിവസം മുമ്പ്. സ്ഥിതി വഷളായതോടെ ഇന്നലെ രാവിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം 45-ാം വയസ്സിൽ മണിയെ തിരികെ വിളിച്ചു. പറയാതെ ബാക്കി വെച്ചത്. പറഞ്ഞു തീരാത്ത കഥകളും പാടി മുഴുമിക്കാത്ത പാട്ടും പാതി വഴിയിൽ നിർത്തി മണി പോയത് ദുരൂഹതകൾ ബാക്കി വെച്ച്. മണിയുടെ മരണം അസ്വാഭാവികം എന്ന മെഡിക്കൽ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ മരണകാരണം സംബന്ധിച്ച് വിശദാന്വേഷണം. പെട്ടെന്നുള്ള മരണത്തിന് ഇടയാക്കിയത് ഉള്ളിൽ ചെന്ന വിഷാംശമെന്ന് ഡോക്ടർമാർ. മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഔട്ട് ഹൗസ് പോലീസ് സീൽ ചെയ്തു. മദ്യത്തിനൊപ്പം മെത്തനോൾ കലർന്നത് മരണകാരണമായേക്കാമെന്ന് പ്രാഥമിക നിഗമനം. മണിക്കൊപ്പം അവസാനമുണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ നിന്ന് മൊഴിയെടുക്കും. ആത്മഹത്യാ സാധ്യതയും അന്വേഷിക്കുമെന്ന് പോലീസ്. മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവരം രഹസ്യമായി സൂക്ഷിച്ചത് ദുരൂഹം. കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്നെങ്കിലും പെട്ടെന്നുള്ള മരണത്തിന് വഴിവെച്ചത് മറ്റു കാരണങ്ങളാകാമെന്ന് നിഗമനം. മണിയുടെ വീടിന്റെ ഔട്ട് ഹൗസിൽ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന. മതിയാവോളം വിമർശനം. JNU വിദ്യാർത്ഥികളുടെ ഇടതുപക്ഷ നയത്തിനെതിരെ വിമർശനവുമായി അരുൺ ജെയ്റ്റ്ലി. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ എതിർത്ത ഇടതു പാർട്ടിക്ക് അതേക്കുറിച്ച് പറയാൻ എന്തവകാശമാണുള്ളതെന്ന് ധനമന്ത്രി. വിമർശനം. JNU ക്യാമ്പസിൽ കനയ്യ നടത്തിയ പ്രസംഗത്തെ തുടർന്ന് യുവമോർച്ച സംഘടിപ്പിച്ച പരിപാടിയിൽ. ഇതിനിടെ ക്യാമ്പസിലെ പരിപാടികൾ നിരീക്ഷിക്കുന്നതിനായി CCTV ക്യാമറകൾ സ്ഥാപിക്കാനൊരുങ്ങി ഡൽഹി പോലീസ്. അതേസമയം കനയ്യയെ പോലുള്ളവർ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുന്ന പട്ടാളക്കാരെന്ന് യെച്ചൂരി. സർക്കാർ ശ്രമിക്കുന്നത് ഭരണഘടന പൊളിച്ചെഴുതി ഹിന്ദു രാജ്യം സ്ഥാപിക്കാനെന്നും CPM ജനറൽ സെക്രട്ടറി. ഇനി മുന്നണി വിശേഷം. വിഭജനത്തിൽ വീർപ്പുമുട്ടി. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിൽ ശ്വാസം മുട്ടി UDF. അധിക സീറ്റ് വേണമെന്ന അവകാശവാദത്തിൽ കേരള കോൺഗ്രസും ജനതാദളും RSPയും. സമയമെടുത്ത് തർക്കം പരിഹരിക്കാമെന്ന നിലപാടിൽ കോൺഗ്രസ്. പാർട്ടി പിളർന്നതുകൊണ്ട് കേരള കോൺഗ്രസിന് സീറ്റ് കുറയ്ക്കാമെന്ന് കരുതേണ്ടെന്ന് മാണിയുടെ മുന്നറിയിപ്പ്. കുറച്ചുപേർ പോയതുകൊണ്ട് തങ്ങളെ ചെറുതായി കണ്ടാൽ കോൺഗ്രസ് തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നും താക്കീത്. കഴിഞ്ഞ തവണ 15-ൽ നിന്ന് കേരള കോൺഗ്രസ് ഇക്കുറി കൂടുതൽ ചോദിക്കുന്നത് 3 സീറ്റുകൾ കൂടി. 7 സീറ്റുകൾ കൂടുതൽ വേണമെന്ന വാശിയിൽ ജനതാദളും 6 സീറ്റിന് സമ്മർദ്ദവുമായി RSPയും. ജോണി നെല്ലൂരിന് മത്സരിക്കാൻ മൂവാറ്റുപുഴയോ അങ്കമാലിയോ ആവശ്യപ്പെട്ട് ജേക്കബ് ഗ്രൂപ്പ്. വീണ്ടും കണ്ണീർ യാത്ര. ലോക ജനതയെ കണ്ണീരിലാഴ്ത്തി തുർക്കിയിൽ വീണ്ടും അഭയാർത്ഥി ബോട്ട് ദുരന്തം. ഗ്രീസിലേക്കുള്ള യാത്രയ്ക്കിടെ ഡിനിം തീരത്ത് ബോട്ട് മുങ്ങി മരിച്ചത് 25 പേർ. യൂറോപ്പിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം ശക്തമായതോടെ സ്ഥിതിഗതികൾ വിലയിരുത്തി തുർക്കിയുമായി യൂറോപ്യൻ യൂണിയന്റെ ചർച്ച. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.